സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരായ സമുദായേ, പ്രിയമുള്ള നമ്മുടെ അധ്യക്ഷൻ കുഞ്ഞാവു, എൻ്റെ സുഹൃത്ത് നമ്മുടെ ആലിക്കോയ വെട്ടം, ഇവിടെ പ്രസംഗിച്ച മറ്റു നേതാക്കന്മാർ, പ്രിയമുള്ള വേദിയിലുള്ള നമ്മുടെ ഭാരവാഹികൾ, പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. എല്ലാ സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ പറപ്പൂര് വന്ന് വീട്ടിൽ കുറേ നേതാക്കന്മാരും ആളുകളും കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് പിന്നെ നിങ്ങളുടെ വിളിയുടെ ശക്തി കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നതാണ്. അപ്പ കിട്ടിയതാണ് കൂടെ സമാധാനിയെ. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇവിടെ വരാൻ കഴിഞ്ഞു. വളരെ സന്തോഷം ഉണ്ട്. നേരത്തെ മീറ്റിംഗ് ഏറ്റപ്പോൾ ഉള്ള ഷെഡ്യൂളൊക്കെ മാറിപ്പോയി. അങ്ങനെ മാറ്റാനൊക്കെ പലർക്കും കഴിയുമല്ലോ, അത് തകർക്കാനും നമുക്ക് കഴിയും. അതാണ് അതിൻ്റെ. ഞാൻ വേറെ ഒന്നുമല്ല, നിങ്ങൾക്കറിയാലോ, മുസ്ലിം ലീഗ് ജയിച്ചിരിക്കുന്നു, മുസ്ലിം ലീഗ് വളരെ ഉഷാറായിരിക്കുന്നു. ആ സമയത്ത് ഇന്ന് രാവിലെ ഔപചാരികമായി ഒരു പത്രസമ്മേളനം എന്തിനാ എന്ന് പലരും വിചാരിച്ചു. അതങ്ങനെ നടത്താതെ പറ്റൂല. ഒരാള് എന്റെ ബന്ധുവാണ് എന്നും പറഞ്ഞിങ്ങനെ കയറൂരി വിട്ട് നടന്നാൽ അയാൾ നാട്ടുകാരൊക്കെ പറ്റിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. അത് വെട്ടി മാറ്റിയേ പറ്റൂ. അളിയനാണ് എന്താളിയൻ? എനിക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്തരം ശക്തികളെ വെട്ടിമാറ്റാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. സഹായിക്കാനാണ് എന്ന് പറഞ്ഞ് അടുത്തുകൂടുക, പിന്നെ ഉപദ്രവിക്കുക, പിന്നെ അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുക, പിന്നെ അത് വെച്ച് മുതലുണ്ടാക്കുക. അതൊന്നും നടക്കൂല. ആ കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ മുസ്ലിം ലീഗ് അഥവാ അധികാരത്തിൽ വന്നാൽ അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഞാനാൽമല്ല, വേറെ ആരാലും തിരക്കില്ല. എലക്ഷൻ കാട്ടി അതും എന്നെ പഠിപ്പിക്കേണ്ട ആരും. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ ഒരു പ്രശ്നമല്ല. എലക്ഷന് നിൽക്കുക എന്നുള്ളത് അവസാന വാക്കൊന്നുമല്ല. അതിനെപ്പറ്റിയൊന്നും ആരും ഒന്നും ബേജാറാവണ്ട. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ തരൂർ അതാ പറയുന്നു, തെരഞ്ഞെടുപ്പ് വരട്ടെ. അങ്ങനൊന്നും പറയണ്ട. കാരണം തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗാണ് ജയിക്കുന്നു തോൽക്കുന്നു. പണ്ട് മുസ്ലിം ലീഗ് തോറ്റെങ്കിൽ അതിന് കോമ്പൻസേഷൻ അടക്കം ഉള്ള ജയം അള്ളാഹു ഞങ്ങൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തന്നു. അപ്പൊ അതുകൊണ്ട് ദൈവമാണ് വലിയവൻ. ഞാനതാ പറഞ്ഞത്, മുസ്ലിം ലീഗിന്റെ കമ്മിറ്റ്മെന്റ് നാടിനോടാണ്, സാധാരണക്കാരോടാണ്, സമൂഹത്തോടാണ്, സമുദായത്തോടാണ്, ആദർശത്തോടാണ്, സിദ്ധാന്തത്തോടാണ്. മുതലാളിമാരോടും വ്യവസായികളോടും ക്രിമിനലിനോടുമല്ല. ക്രിമിനലുകൾ ഞങ്ങളെ തൊടാൻ വന്നാൽ അപ്പ വെട്ടിമാറ്റും, യാതൊരു സംശയം വേണം. എന്നത്രേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ. യുദ്ധം ജയിക്കുന്നവരെ ഇൻഷാ അല്ലാഹ് നമുക്ക് പോവാം. ഇപ്പോ ഇന്നത്തെ ദിവസം ഒരിത്തിരി ചോര പൊടിഞ്ഞാലും തിരക്കില്ല. അതിന് വളരെയധികം ഗുണമുണ്ട്. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഞാനിവിടെ നിങ്ങളുണ്ടാകും പറയും. നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. കേരളത്തിലെ ദുസ്ഥിതി മാറ്റേണ്ടതുണ്ട്. അതിൽ മുസ്ലിം ലീഗിന്റെ റോള് പരമപ്രധാനമാണ്. നല്ല സ്ഥിതിയിൽ മുസ്ലിം ലീഗ് നിൽക്കുകയാണ്. അപ്പൊ അത് കുറച്ച് അപകടവുമാണ്. കാരണം വെച്ചാൽ ഈ മാതിരി അറ്റാക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതിരിക്കട്ടെ, നമുക്ക് നമ്മുടെ പണിയും കൊണ്ട് മുന്നോട്ട് പോവാം. കുരക്കുന്നത് കുരക്കട്ടെ, ആണ്ട് തിരിഞ്ഞു നോക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ വന്ന് നിങ്ങളെ കണ്ടാൽ മതി, പ്രസംഗം കണ്ട എന്ന് പറഞ്ഞതാണ്. ആൾ മുഴുവൻ അവിടെ വീട്ടില് കാത്തിരിക്കുന്നുണ്ട്. കുറെ ആളുണ്ട്, നേതാക്കന്മാരുണ്ട്. അവരൊക്കെ അവിടെ ഇരിക്കുന്നുകൊണ്ട് എല്ലാവിധ ആശംസയും ഞാൻ നേരുന്നു. യുദ്ധത്തിൽ നിങ്ങളും അതിന്റെ കൂടെ ഞാനും ഉണ്ട്. വിജയത്തിലെത്തിയതല്ലാതെ നമുക്ക് പിന്തിരിയാൻ പാടില്ല. അള്ളാഹു സഹായിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.